ഇതാണ് നമ്മുടെ ഹെയർ മാസ്കിന് ആവശ്യമുള്ള സാധനങ്ങൾ. കറ്റാർവാഴ ഇതിലൊരെണ്ണം എടുത്താൽ മതി. ഞങ്ങൾ പിന്നെ അടുത്ത ആഴ്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ബാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ മുരിങ്ങയില, പിന്നെ സവാള ഒരെണ്ണം മൊത്തം എടുക്കണം. മുരിങ്ങയില ഇതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ആവശ്യം നമുക്ക്. ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കണതിൻ്റെ പണികളാണ് ഈ കാണുന്നത്. കറ്റാർവാഴ, മുരിങ്ങയില, സവാള, മുടി ഒഴിച്ചിൽ, താരൻ, അങ്ങനത്തെ സാധനങ്ങൾ. അത് എഡിറ്റ് ചെയ്തോളെ രസമില്ലെങ്കിൽ. ഈ ഇടതൂർന്ന മുടിയുടെ രഹസ്യം ആ മാസ്ക് അല്ല. ഇതാ അരച്ചു വെച്ചിട്ട് ഇങ്ങനെ പൂച്ച സാർ അരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരക്കണം. പ്രസ് കരോ ബേട്ടാ. ആള് 10 സെക്കൻഡായി എന്തെങ്കിലും കഴിച്ചിട്ട്. മമ്മി അനിയത്തിയുടെ തലയിൽ പുരട്ടുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതുപോലെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം. പപ്പടം ഉണ്ടാക്കോ അവിടെ? ഇതുപോലെ നല്ലോണം തലയോട്ടിയിൽ തേച്ച് പിടിക്കുക. ഫിനാച്ചും തിരിയണ്ടോ വെറുതെ? അടിയിൽ തേച്ചോ? ഇങ്ങനെ ചീകുമ്പോൾ തലയോട്ടിൽ ശരിക്കും ഇങ്ങനെ ചീകുമ്പോൾ തലയോട്ടിൽ നല്ലോണം ശരിക്ക് പിടിച്ചോളും. എൻ്റെ തല മുജന്റെ പുരികത്ത് വെച്ച് തേച്ചിട്ടുണ്ട്. അല്ലേ തന്നെ കാട് പോലെയാ. ഇനിയിപ്പോ 1/2 ടൺ. That is my brother. എന്റെ യൂട്യൂബ് വീഡിയോയില് ഉമ്മച്ചി പറയാ തലയുടെ ഉള്ളു ഭയങ്കര ആവിയത്. ഞാൻ ചിന്തിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഭാവി ഭൂതം. മിനിറ്റ് ഇതാണ് കുളിച്ചു കഴിഞ്ഞപ്പോൾ അവസ്ഥ. പ്രത്യേകിച്ചൊന്നുമില്ല. കാണാനുണ്ടോ?
ബാക്കിയൊന്നും കാണാനില്ല. ചെറിയൊരു പച്ചമണുണ്ട്. ഇനി ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. ഉണങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ്, തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്യും.